ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റവ ചേർത്തിട്ടുള്ളൊരു അടിപൊളി കേക്കാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ലൊരു ഭംഗിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ വിശന്നൊക്കെ ആയിരിക്കും ഓടി വരിക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്താൽ അവർ കഴിച്ചോളും. നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളെടുക്കാം. അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 60 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്ത് വെക്കണം കേട്ടോ, എങ്കിൽ അത് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി ആ പഞ്ചസാരയും ബട്ടറും കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. ഈ ഒരു കേക്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് മെൽട്ടായിക്കോളും. നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിലേ ആ ബട്ടറും അതുപോലെ പഞ്ചസാരയും മുട്ടയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അതുപോലെ എഗ് ബീറ്റർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതിൻ്റെ ആ ബ്ലേഡ്, അതിൻ്റെ അടിഭാഗം കുറച്ച് വീതിയുള്ള ടൈപ്പായിരിക്കണം. ഞാൻ വാങ്ങിച്ചപ്പോൾ അടിഭാഗം വീതി കുറഞ്ഞു പോയി. അപ്പോൾ കുറച്ച് ഏരിയ കവർ ചെയ്യുള്ളൂ. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഏരിയ കവർ ചെയ്യുള്ളൂ. അപ്പോൾ അടിഭാഗത്ത് ഇത്തിരി വീതി ഉണ്ടെങ്കിൽ കുറച്ചധികം ഏരിയ കവർ ചെയ്തോളും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഇനി വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചു കേട്ടോ. ഇനി ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം നല്ലോണം മിക്സായി കഴിഞ്ഞു. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് കേക്ക് ടീനൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ഫോയിൽ പേപ്പർ അടിയിൽ വെക്കുന്നുണ്ട്. അതിൽ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനിടയിൽ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 7 മിനിറ്റ് നേരം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. നമ്മൾ മുട്ട, ബട്ടർ അതുപോലെ പഞ്ചസാരയൊക്കെ അടിച്ച് വെച്ചതിലേക്ക് ഈ മൈദ റവ മിക്സ് കുറേശ്ശെ ചേർത്ത് കട്ടിയില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പാൽ, ഒരു 1/4 കപ്പ്, അത്രയും വേണ്ടി വരില്ല. ഇളം ചൂട് പാൽ അവിടെ നമ്മൾ റെഡിയാക്കി വെക്കണം. ഇത് മിക്സ് കുറച്ച് തിക്കായി പോവുകയാണെങ്കിൽ കുറേശ്ശെ പാൽ ചേർത്തിട്ട് നമുക്ക് കറക്റ്റ് ആ കൺസിസ്റ്റൻസിയിൽ ആക്കണം. അപ്പോൾ പാലിൽ നിന്ന് ഒരു 1/4 ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇടവിട്ട് മൈദ, പാല് അങ്ങനെ ഇടവിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. തിക്നെസ് കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ട് ഒന്നിച്ചൊഴിക്കരുത്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ പാല് ചേർക്കുന്നുണ്ട്. ശരിക്കും ഒരു 1/4 കപ്പിൻ്റെ പകുതി മതി. ഇതിലേക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
മിക്സിങ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വാൾനട്ടാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ കാഷ്യൂ നട്ടാണല്ലോ ചേർക്കാറ്. അപ്പോൾ ഈ വാൾനട്ട് ഭയങ്കര ഗുണങ്ങളുള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് വെറുതെ കഴിക്കുമ്പോൾ കഴിക്കാൻ അത്ര ടേസ്റ്റ് തോന്നില്ല, ഒരു എണ്ണയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പം ഇങ്ങനെയുള്ളതിലൊക്കെ ചേർത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയിൽ കേക്കിൻ്റെ ഇടയിൽ കൂടെ ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ചെറിയ പീസസായി കട്ട് ചെയ്ത് ഈ ബാറ്ററിൽ ചേർത്തിട്ടുണ്ട്. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഇനി കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഒരു 30 തൊട്ട് 35 മിനിറ്റ് വരെ വയ്ക്കാം. ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വശങ്ങളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റ് വെച്ച് അതൊന്ന് കമിഴ്ത്തിയെടുക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓവണില്ലെങ്കിൽ നമുക്ക് നല്ല ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ച് അതിലേക്കൊരു ഗ്രിഡ് വെച്ച് അതിൻ്റെ മേലെ വെച്ചിട്ടും നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.